സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 49-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 11-ാം ദിവസത്തിലേക്കും കടക്കുമ്പോൾ ആശമാരുടെ സമരവീര്യം ഇരട്ടിയാണ്. നാളെ ആശാവർക്കർമാർ മുടി മുറിച്ച് പ്രതിഷേധിക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ആശമാരുടെ സമരം ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ സമരവീര്യം കൂടി വരുമ്പോൾ നാളെയാണ് അവർ മുടി മുറിച്ച് പ്രതിഷേധിക്കും എന്ന് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ആശാവർക്കർമാർ നാളെ എത്തിച്ചേരുമോ? എങ്ങനെയാണ് അവരുടെ സമരപരിപാടികൾ? രോഹിണി, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 49-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നാളെ അതെത്തുമ്പോൾ 50-ാം ദിവസമാകും. അതോടൊപ്പം തന്നെ നിരാഹാര സമരം, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. നിരാഹാര സമരം ഇന്ന് 11-ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇത്രത്തോളം ദിവസമായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയത് ചർച്ചയിൽ ഉൾപ്പെടെ വലിയ പരാജയമായതിനെ തുടർന്നാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നത്. ഇനി നാളെ മുതൽ ആശാവർക്കർമാർ കുറച്ചുകൂടി ശക്തമായ സമരത്തിലേക്ക് കടക്കുകയാണ്. നാളെ അവർ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധം അറിയിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മുടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് തന്നെ മുറിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഉള്ള പ്രതിഷേധം അത് വളരെ ശക്തമായി തന്നെ അറിയിക്കുകയാണ്. നാളെ നിങ്ങളുടെ സമരരീതി എങ്ങനെയാണ്? ഇനിയുള്ള സമരരീതി എങ്ങനെയാണ്? നാളെ മുടി മുറിച്ച് പ്രതിഷേധിക്കുക? നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കുക ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 45-50 പേര് ഓൾറെഡി ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ ജില്ലാതലങ്ങളിലും മറ്റു ജില്ലകളിലും അത്തരത്തിലുള്ള പരിപാടി എടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു കടുത്ത സമരത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം സർക്കാരിൻ്റെ സമീപനം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ നാളെ 50-ാമത്തെ ദിവസമായി. 50 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തി. സർക്കാരിനോട് ഏതെല്ലാം തരത്തിൽ നമ്മൾ ഈ വിഷയം അവരുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചു. അതിനോടൊക്കെ ഒരു നിഷേധാത്മകമായ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരികയും നാളെ ആ മുടിമുറിക്കൽ എന്നുള്ള സമരപരിപാടി നടത്താൻ പോകുന്നു. നിരന്തരം ഈ സമരത്തെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട്. അത് കുഴപ്പമില്ല. അത് എല്ലാ സമരങ്ങളിലും എല്ലാ സർക്കാരുകളും എടുക്കുന്ന രീതി. അല്ലെ, നമ്മൾ സർക്കാരിനോടാണ് ഇത് ആവശ്യപ്പെടുന്നത്, ഏതെങ്കിലും നേതാക്കന്മാരോടല്ല. അപ്പോൾ സർക്കാർ തീരുമാനമെടുത്ത് പറയുക. പിന്നെ അവഹേളിക്കുന്നതുകൊണ്ടോ ആക്ഷേപിക്കുന്നതുകൊണ്ടോ ഒരു സമരത്തെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരം ഉയർത്തുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അതിലൂടെ സമരം സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ തന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ ഇവിടെ തന്നെ തുടരും അല്ലേ? അല്ല, നമ്മളങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. നമ്മൾ വെച്ച ചില കാര്യങ്ങളെല്ലാം ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കാന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പിൻവലിച്ചു. അത് മാസം തോറും കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഓണറേറിയം ഇൻസെൻറ്റീവ് ഓൾറെഡി വന്നു കഴിഞ്ഞത് സമരം ചെയ്തവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന രണ്ട് ഡിമാൻഡുകളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും അത് അന്യായമാണെന്ന് CM അടക്കം ഒരാളും പറയുന്നില്ല. നമ്മൾ വെച്ച ആ ഡിമാൻഡ് ഏറ്റവും ന്യായമാണ്. പിന്നെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കുക, അത് നമ്മൾ തുടക്കം മുതൽ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകളാണ്. ആ ഡിമാൻഡുകളിലാണ് ഇനി തീരുമാനം വരേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ മുന്നോട്ട് പോകും. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും 2 ആവശ്യങ്ങൾ, അതായത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യം, വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഈ 2 ആവശ്യങ്ങളും അത് സർക്കാർ എപ്പോൾ പരിഗണിക്കും? അതുവരെയും സെക്രട്ടേറിയറ്റ് മുന്നിൽ വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശമാർ പറയുന്നൊരു കാര്യം. മാത്രമല്ല, ഇവരുടെ സമരത്തെ ഈ ഇടത് നേതാക്കൾ നിരന്തരം അവഹേളിക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട്. അവരെ പലതരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനം കൊണ്ട് അതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആശമാർ പറയുന്നൊരു കാര്യം. ഏതായാലും ഒരു 50 ദിവസം ഒരു സമരം, അതും സ്ത്രീകളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുക എന്നുള്ളത് അത് ഈ കനത്ത ചൂടിലും മഴയിലും ഒക്കെ അവരുടെ ആരോഗ്യനിലയൊക്കെ പലരുടെയും വളരെ മോശമാണ്. അവർ നിരാഹാര സമരം കൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ പലരും ചെറുപ്പക്കാരൊന്നുമല്ല, കുറച്ചുകൂടി പ്രായമായവരൊക്കെയാണ് തന്നെ. അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയും ഈ ആരോഗ്യ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ അവരുടെ സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും നാളെ മുടി മുറിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ് ആശമാർ പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും സർക്കാർ തീരുമാനമെടുക്കുന്നത് വരെ എത്ര ദിവസം കഴിഞ്ഞാലും ഈ സമരം അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആശമാർ പറയുന്നത്. രോഹിണി.
ശരി രശ്മി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം 49-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 11-ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. നാളെ ആശാ വർക്കർമാർ മുടി മുറിച്ച് പ്രതിഷേധിക്കും. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.